അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കില്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്. അമ്മയും മോനും പേരിനതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള്ള അതും എടുത്ത് കേറ്റുന്നു. ആ തള്ള അങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും. ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയതാ ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജനി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാന്നാ വിചാരം, പൊണ്ണത്തടിയൻ. പക്ഷെ ശരിക്കും രവീന്ദ്രനാഥ് സാറിന്റെ പാരമ്പര്യം കിട്ടിയ ഒരാളുണ്ട്, ചേട്ടൻ, നമ്മുടെ അട്ടാസ നായകൻ. പറഞ്ഞിട്ട് എന്താ കാര്യം? വാശി, ഭയങ്കര വാശി. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടൂല. ഓഹോ, അസലായിട്ട് പാടിയിരുന്നതാ പണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ 2 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കക്ഷിയുടെ തന്നെ ഭാഷ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഗീതത്തെ കുഴിച്ചു മൂടി ഒരു വാഴ നട്ടു. അത് കൊള്ളാലോ. നമുക്ക് ആ വാഴ മാറ്റി കുഴിയൊന്ന് തോണ്ടി സംഗീതത്തെ അങ്ങോട്ട് പുറത്തെടുത്താലോ? നടന്ന തന്നെ. ആ, നമുക്കൊന്ന് ശ്രമിക്കാന്നേ. അത്ര വലിയ പാട്ടുകാരനാണെങ്കി അതൊന്ന് കേക്കണല്ലോ. പാടാത്ത പാട്ടിന് മധുരം കൂടുന്ന. പാടിക്കാൻ ചെല്ലുമ്പോ തലയിലൊരു ഹെൽമെറ്റ് കൂടി വെച്ചോണം. അത്ര വാശിക്കാരനാ? എന്താ സംശയം? ഈ ഞാൻ വരെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അതെന്താ ഈ ഞാൻ വരെ? അയാടെ ആരാ ഈ ഞാൻ? അയാളെ പറ്റി പറയുമ്പോ 100 നാക്കാണല്ലോ. എന്താണ്? അയ്യേ, എന്ത്? ഒരു സ്മെല്ല് വരുന്നുണ്ടോ ഇവിടെയൊക്കെ? എന്ത് സ്മെൽ? ഒരുമാതിരി പ്രത്യേക ഗന്ധം. ഈ പ്രേമത്തിന്റെ സുഗന്ധം. ആ സുഗന്ധം കൂടെ കടി ചെന്നാ മതി. എപ്പോഴെങ്കിലും ചെന്ന് നോക്കിയിട്ടുണ്ടോ? ഏയ്, എനിക്കങ്ങനൊന്നുമില്ല. ചെറുപ്പം തൊട്ടുള്ള പരിചയം, അത്ര തന്നെ. എന്തോ ആ പറച്ചിലിൽ തന്നെ ഉണ്ടല്ലോ ഒരവലക്ഷണം. അതോ മൂപ്പര് സംഗീതം കുഴിച്ചുമൂടി വാഴ നട്ട പോലെ ഇവിടെ ഇതും കുഴിച്ചുമൂടി വാഴ നട്ടിട്ടുണ്ടോ? ഞാൻ പോട്ടെ, എനിക്ക് ഡ്യൂട്ടിയുടെ ടൈം. അവിടെ നിക്ക്. ഇത് കണ്ടുപിടിക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടർ എന്റെ അടുത്തുണ്ട്. ബില്ല് കൊടുത്തിട്ട് പോടി. എന്റെ കയ്യിലില്ല. അയ്യോ, ദേ നീ കാശ് കൊടുക്കാന്ന് പറഞ്ഞോണ്ടല്ലേ മസാല ദോശയും ജ്യൂസൊക്കെ ഞാൻ ഓർഡർ ചെയ്തത്. എന്നെ നാറ്റിക്കല്ലേ? ദേ നീ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ അകത്ത് വരുന്ന ഇതുപോലെ അരിയാട്ടേണ്ടി വരും. എന്റെ പൊന്നു മോളല്ലേ, കാശ് കൊടുക്ക്. കാശ് കാശ്. ഹായ് ഗിർഗിറി അപ്പൂപ്പ. അല്ല, ഗിർഗിറി അപ്പൂപ്പ. അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ 5 അംഗ സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. അല്ലടാ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഒരു ഇസ്രായേലുകാരൻ 5 അംഗ സംഘത്തെ കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നെന്ന് നാളത്തെ പത്രത്തിൽ വായിക്കേണ്ടി വരും. എന്താണല്ലോ ഗ്രിഗറി? താൻ മിണ്ടരുത്. കണ്ണ് കാണിച്ചും പാട്ട് കേൾപ്പിച്ചും പണ്ട് ഇവന്റെ ബാസ്റ്റേഡ് ഫാദർ എന്റെ സാറയെ മയക്കി. അന്നും നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ കൂട്ട്. ഇപ്പൊ ആ ഫാദറിന്റെ ഈ സൺ ഇറങ്ങിയിരിക്കുക എന്റെ ഗ്രാൻഡ് ഡാറ്ററെ മയക്കാൻ. ഇന്നും നിങ്ങളൊക്കെ തന്നെയാണോ കൂട്ട്? എല്ലാരോടും കൂടി പറയുക, ഇപ്പോ രക്ഷപ്പെടാനുള്ള ഒരു വഴി വീണ്ടും തെളിഞ്ഞിരിക്കുക ഞങ്ങൾക്ക്. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ യാത്ര മുടക്കിയാലുണ്ടല്ലോ, സമ്മതിക്കില്ല ഞാൻ. മനുഷ്യരിവിടെ ഭ്രാന്ത് പിടിച്ചടക്കപ്പെടാവുന്ന കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും.
തനിക്കെന്നാ പോസ്റ്റ്മാന്റെ പണി കിട്ടിയേ? പോസ്റ്റ് മേനോനല്ല, ആ. കൊറിയർ മേനോൻ. ആഹാ. പുതിയ അവതാര. ഒരു പാർട്ട് ടൈം ഇന്ന് ചേർത്തിടത്തുള്ളൂ. ഹോ, നിന്റെ ഞാൻ സമ്മതിച്ചു. എന്ത് തക്കട തരികട കാണിച്ചാണെങ്കിലും ജീവിക്കാൻ പഠിച്ചവനാ നീ. നിന്റെ അച്ഛനെ പോലെയല്ല. ഗതിയില്ലാത്തോണ്ടാ റപ്പായേട്ടാ. നീ ഇരിക്കെ പറയട്ടെ. ഇരിക്കാനും തരില്ല. ഇതായത് നോക്കട്ടെ. ഇരിക്കടോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ മുടങ്ങിപ്പോയൊരു പഴയ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലടാ. ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇക്കിടന്ന് പാടുപെടുന്നു. അപ്പഴാ ഒരു നിന്നേ എന്താ എത്ര ധൃതി? ഒന്നുമില്ല. ജോലിയുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ? അല്ല, അതിപ്പോ സമരം എവിടെ എത്താത്തോണ്ട് ജീവിക്കണ്ടേട്ടാ. അതെ, കൂട്ടത്തിലുള്ള തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോ കരിങ്കാലിപ്പണി കാട്ടി പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന വർഗബോധമില്ലാത്ത മൂരാച്ചകൾ സമര ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നേട്ടാ, 10-40 ദിവസം ഞാനും ആ സമരപ്പന്തലിൽ വന്നു കിടന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചല്ലേ. നമ്മുടെ മുതലാളിക്ക് ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ആ പെറ്റിബോർഷ പോണ്ടിച്ചേരിലെങ്ങാണ്ട് വേറെ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാറിക്കേ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. കരിങ്കാലിപ്പണി തീർന്നിട്ടില്ലേ? അങ്ങനെ പോവാൻ വരട്ടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാ മതി. അയ്യേ, പൊതുവഴിയിലാണ് 1-2 പരിസ്ഥിതി മലിനാവൂട്ടോ. തിന്തിരിപ്പൻ മൂരാച്ചികളെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ചരിത്രമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തെ പിന്നെയും കുത്തുന്ന ഒരുത്തനം വെറുതെ വിടുകയല്ല. നാളെ മുതൽ കരിങ്കാലിപ്പണി ഉപേക്ഷിച്ച് മര്യാദക്ക് സമരപന്തൽ വന്നിരുന്നോണം. അല്ലെങ്കിൽ എന്റെ തനി നിറ നീ അറിയും. അമ്മേ, വലിയൊരു കൊതുക്. പ്രസ്ഥാനത്തിന് വേണ്ടി ചിന്താൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഖാവിന്റെ ചുടിരക്തം ഒരു പിന്തിരിപ്പൻ മൂരാച്ച കൊതുക് ഊറ്റിയെടുക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും സഹിക്കൂല. സഖാവേ ക്ഷമിക്കൂ. ആ കൊതുക് രക്തസാക്ഷിയായി പോട്ടെ. തൊഴിലാളിക്കും സിന്ദാബാദ്. വീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. 10,000 അല്ല 2 പിന്നാലെ. അവൻ കൊതുകിനെ തല്ലിയത് തന്നെ ആയിരിക്കും അല്ലേ? ഏയ്, നേതാവിനെ തല്ലിയതാവാൻ വഴിയില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. ഭാഗ്യത്തിന് വേദനിച്ചില്ല. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം അല്ലേ? വാ. അവരിങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമുക്ക് പോലും വിഷമം തോന്നണ ചുറ്റുപാടാ. അസംഗോയെ പോയിട്ട് നാളെ വാ, ഞാനിത് നോക്കി വെക്കാം. ശരി. ആ, ബോംബെയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അന്ന് അവരുടെ സംസാരത്തിന് എനിക്ക് തോന്നി. എന്താ ഏതാ ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് ഞാനും കരുതി. ആൾക്കാരാകട്ടെ തകിടം മറിക്കാൻ മുകളിലിരിക്കുന്ന ആൾക്കൊരു സെക്കൻഡ് മതിയില്ല. ആ, നിന്റെ ഇന്നത്തെ ഏർപ്പാടൊക്കെ തീർന്നാ? തീർന്നു. എന്തൊരു പോക്കാത്, ഇവിടെ ചിലരൊക്കെ ഇരിപ്പുണ്ട്. കുറച്ചു ദിവസമായിട്ട് തുടങ്ങിയത് ഓൾഡ് മാൻ വട്ട്. ഇങ്ങോട്ട് കയറി നിറഞ്ഞ അത് മതി. ഇന്ന് ഗിരിഗറിക്ക് ഇളകിയ വെളിച്ചപ്പാടന്മാരൊക്കെ കഷ്ട. വോൾട്ടറങ്ങളുടെ കടയിരിപ്പുണ്ട്. ഇത് എത്ര ഇഞ്ച് നീളം വരും? ഇതൊരു ഒരടിക്ക് മേലെ വരും. ഇതൊരാളുടെ പള്ളെ കയറ്റിയ ഇതിന്റെ മറ്റേറ്റപ്പുറത്ത് വരുമോ? അത് ആളിന്റെ സൈസ് പോലെ ഇരിക്കും. ഓ, അപ്പൊ ഗിർഗിറിക്ക് ഇത് പറ്റില്ല. ആൾക്ക് ഭയങ്കര വയറാ. ഞാൻ പോവാ. ആ, ഞാൻ കുട്ടിയെ അന്വേഷിച്ച ഹോട്ടലിൽ പോയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോന്നു പറഞ്ഞു. അന്ന് ഹോട്ടൽ ബിൽ സെറ്റിൽ ചെയ്തപ്പോ പണം തികഞ്ഞില്ല. ഒരു 7,400 രൂപ ബാക്കി വന്നു. മാഡം ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. ഇന്ന് GM-ന്റെ മുഖത്തിരി ഒന്ന് കടത്തു. ഒരാഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. കുട്ടിയും കൂടെ ഒന്ന് ജീവനോട് പറയണം. ഞാൻ പറഞ്ഞയാള് കേൾക്കോന്നറിയില്ല. വല്ലാത്ത മുഷിടനാ. എന്നാലും പറഞ്ഞു നോക്കാം. മാഡത്തിന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കാൻ. കടം വാങ്ങിച്ച ശീലമില്ല അവർക്ക്. എന്താ അവരുടെ പ്രശ്നം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ? പെട്ടെന്നുണ്ടായതല്ല, മാഡത്തിന്റെ ഹസ്ബൻഡ് മരിച്ച അന്ന് തുടങ്ങിയതാ. അങ്ങയുടെ ആദ്യ ഭാര്യയിലെ മക്കളുടെ ഉപദ്രവം. അവർക്കുള്ളതൊക്കെ ആവശ്യത്തിന് എഴുതി വെച്ചിട്ടാ സാറ് മരിച്ചത്. അതും പോരാഞ്ഞ് മാഡത്തിന്റെ സ്വന്തം സേവിങ്സും ചതിയിൽ അവർ കയ്യിലാക്കി. സത്യം പറഞ്ഞ ജീവൻ പേടിച്ചോടി പോന്നതാ. ഒക്കെ വൈകാതെ ശരിയാവുമെന്ന് കരുതിയ ഇത്രയും കാലം ഹോട്ടലിൽ താമസിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചിടത്തുനിന്നൊന്നും സഹായം കിട്ടിയില്ല. കേസ് നടക്കുന്നുണ്ട്. ഒക്കെ കലങ്ങി തെളിയെന്ന് കരുതാ. മാഡത്തിന്റെ കൂടെ ഞാൻ ഒത്തിരി കാലമായിട്ടുള്ളതാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അച്ഛന്റെ മരണത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. ഹൗസ് കീപ്പിംഗ്. അതെ, അവരുടെ ഹോട്ടൽ ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള ക്യാഷ് ലാലപ്പന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്. ഏ, ആണോ? ആ, റെസീറ്റ് നിന്റെ തരാൻ പറഞ്ഞിട്ടുണ്ട് ലാലപ്പനോട്. അത് അവർക്ക് കൊടുത്തേക്ക്. പെട്ടെന്ന് എവിടുന്നാ ഇത്ര ഒപ്പിച്ചത്? വർഗീസിന്റെ ബ്ലേഡോ അതോ ഗോപാല മുതലാളിയുടെ കത്തിയോ? പലിശ കയറി ഇത് എവിടെ ചെന്ന് അവസാനിക്ക? ആ, അതൊക്കെ അങ്ങനെ കിടക്കും. സാരല്ല, തൽക്കാലം അവരുടെ കാര്യം ശരിയായല്ലോ. അല്ലെങ്കിൽ നാണക്കേടല്ല അവർക്ക്. ഇയാളെ എനിക്ക് തീരെ മനസ്സിലാവണില്ല. ഇത്ര നേരം സംസാരിച്ചിട്ട് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സച്ചിയാ, നിന്റെ മുമ്പിൽ എച്ചി. ഫോൺ വെച്ചിട്ട് പോയി പണി നോക്കണേ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവാണ്ടിരിക്കുമ്പോൾ അവളുടെ ഇതിന്റെ 1.25 രൂപ നമ്മുടെ ജെനീഫർ തരൂട്ടോ.
ആ ജ്യോതക്കുട്ടി അവൾക്കാ വിളിച്ചതേ. ഒരു കാര്യം പറയുമ്പോ രണ്ടുപേർക്ക് എങ്ങില്ലാത്ത തിരക്ക്. ഒന്ന് നിർത്തുണ്ടോ? ഞാൻ പറഞ്ഞതിന് മറുപടി ഇതാ. 2 വാൽവ് പോയിട്ടുണ്ട്. ജാമ്പവാൻ പണ്ട് ശ്രീലങ്കയിലെ ആകാശവാണി നടത്തിക്കൊണ്ടിരുന്നപ്പോ ഉപയോഗിച്ച സാധന. പാർട്സ് ഒക്കെ കിട്ടിയ ഭാഗ്യം. ആ പാലസ് റോഡിൽ ടീക്കട നടത്തുന്ന കൃഷ്ണക്കമ്പത്തിന്റെയാണ് ഇവിടത്തെ ആദ്യത്തെ റേഡിയോകളിൽ ഒന്നാണ്. ആഹാ, അപ്പൊ ഇതാണോ മാർക്കോണി കണ്ടുപിടിച്ച റേഡിയോ? ആരാ മാർക്കോണി? ആ, നമ്മുടെ തെങ്ങേറ നടക്കാൻ മന്ദവേലപ്പനല്ലേ, അയാളുടെ മൂത്ത മോനൊരുത്തൻ കോണിയായിട്ട് നടക്കല്ലേ, അവനാണ് മാർക്കോണി. അവൻ ഈ കോണിയായിട്ട് നടക്കുമ്പോ ആൾക്കാർ ശല്യം സഹിക്കണം. മാറുകോണി മാറുകോണി. ഞാൻ പറഞ്ഞതിന് മറുപടി താ. എന്താ സേട്ടു പപ്പ ഇയാള് ചോദിച്ചത്? അതിവിടെ ഇരിപ്പിണ്ടി എടുത്ത് കൊടുക്കുന്ന ഇരുന്നിളിക്കാതൊന്ന് ഉപദേശിക്കുന്നു സേട്ടു പാപ്പ. ഉപദേശിക്ക സച്ചി, നീ നാളെ അതിരാവിലെ എണീറ്റ് പോയി ആ ബോംബെ കൊച്ചിനൊന്ന് പ്രേമിച്ചേക്കണം കേട്ടാ. രാവിലെ 5:45 ഫസ്റ്റ് ബസ്സിനെ പോയി പ്രേമിച്ചേക്കാവേ. കണ്ടപ്പ തന്നെ ഞാനായില്ല വിവറയൂട്ടാ. അല്ലാതെ ഞാനാ? അല്ലെങ്കിൽ കാര്യം പറയുമ്പോ തമാശയാ. എന്താ ആ കുട്ടിക്കൊരു കുഴപ്പം? തൽക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ അമ്മ കേസ് ജയിച്ചാ തീരും. പിന്നെ കോടീശ്വരിയാ. ഇയാ കോടി നടന്ന് കാശ് കടം മേടിക്കാൻ പറ്റൂലെന്നൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവും. ഇതിന്റെ തലയിൽ കളിമണ്ണെങ്കിലും ഉണ്ടാവും ഞാൻ കരുതി. അതുമില്ലേ? കളിമണ്ണെങ്കിലുള്ള ആ തലമണ്ണയിൽ കയറാനാ പറയുന്നത്. നല്ല കാര്യങ്ങളെ സ്നേഹമുള്ളവര് പറയുമ്പോ അനുസരിക്കുക. അല്ലാതെ പെണ്ണ് കെട്ടാത്ത ഈ മണങ്ങന്റെ വാക്ക് കേട്ട ഇയാളുടെ ജന്മം കട്ടപ്പകയാവും. ആ കുട്ടിക്ക് ഒരു പാതി മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇയാളുടെ പാതി മനസ്സൂടെ കിട്ടിയ ബാക്കി കാര്യം ഞാൻ ഏറ്റു. മതി മതി കഥാപ്രസംഗം. പോയ കഞ്ഞളിച്ചു നോക്കി, ഉപ്പാപ്പയ്ക്ക് കുടിക്കേണ്ടതാ. I told you 1000 times. ഈ തെമ്മാടികളുടെ കൂട്ടത്തിൽ വരരുത്, കാണരുത് എന്നൊക്കെ. Come. ഇനി ഇത് റിപ്പീറ്റ് ചെയ്താൽ I will finish you before this nasty dogs. അതെ, ഞങ്ങളോടുള്ള ദേഷ്യം ആ കുട്ടിയുടെ കൈ തീർക്കണ്ട. നീ ആരാടാ ഇതിൽ ഇടപെടാൻ? ഞാൻ ഇവളെ വേദനിപ്പിക്കും, വേണ്ടി വന്നാൽ കൊല്ലുകയും. നിങ്ങൾക്ക് പ്രാന്താണ് മനുഷ്യ. ഇവിടെ വന്നു വെച്ച് ഇവിടെ ആരും ചീത്തയാക്കാൻ പോണില്ല, തട്ടിക്കൊണ്ടേ കൂടെ താമസിപ്പിക്കാനും പോണില്ല. ഞാൻ നിങ്ങളുടെ യാത്ര മുടക്കുന്നു പേടിച്ചിട്ടല്ലേ നിങ്ങൾ ഈ പേപ്പട്ടിയെ പോലെ ഇങ്ങനെ വിരൽ പിടിച്ച് നടക്കുന്നത്. എങ്കിൽ ആ പേടി വേണ്ട. ഭൂമിയുടെ ഏത് അറ്റത്തേക്ക് വേണമെങ്കിലും ഇവിടെ കൊണ്ടോക്കോ, ആരും തടയില്ല. പക്ഷെ പോണതുവരെ അവളിവിടെ വരും, ഞങ്ങളൊക്കെ കാണും, സംസാരിക്കും. അതിന്റെ പേരിൽ ഇവിടെ വേദനിപ്പിച്ചാണ്ടല്ലോ. നിർത്തണോ? കുറെ കാലമായല്ലോ താൻ ബാസ്റ്റർഡ് സൺ ഓഫ് ബാസ്റ്റർഡ് എന്നെ എന്റെ അച്ഛനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു പ്രാവശ്യം വിളിച്ച് തന്റെ കഴുത്തിന് വേണ്ടി തലാണില്ല. പേടിപ്പിക്കല്ലേ പേടിപ്പിക്കല്ലേ. നിന്റെ ഫാദർ പേടിപ്പിച്ചിട്ട് പേടിച്ചിട്ടില്ല ഈ ഗിർഗറി. താനൊന്ന് പോടകളവാ. കണ്ടോ ഇത് കേട്ടിഞ്ഞ പള്ളക്ക് ഗിർഗറി ആരാണെന്ന് അറിയില്ല നിനക്കൊന്നും. ഗിർഗറി കത്തുകൊണ്ട് കളിക്കരുത്, അടുത്ത് വയ്ക്ക്. പോടോ, താനാ ഇതിന്റെയൊക്കെ പിന്നിൽ. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. തന്റെ ഒരു കോപ്പിലെ കത്തി വിളിച്ചോണ്ടോ ഇയാളെ. എന്നെ ശരിക്കും അറിയില്ല അവന്. അവനെ ഞാൻ ഗിർഗറി അപ്പൂപ്പ എന്താടാ? മോനെ അതുകൊണ്ട് കളിക്കരുത്. കയ്യിൽ നിന്ന് പോയാ എല്ലാം തീർന്നു. എറിയരുത് എറിയരുത്. ദേഹത്ത് കൊണ്ട് ചോര. എന്നാ കൊണ്ട് മീൻ വെട്ടിക്ക. താങ്ക് യു. എടാ ചെക്ക, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ, നീ ആരാണെന്നാണോ നിന്റെ വിചാരം? ഇന്ന് ഭാസ്കർ കള്ളു കുടിച്ചിട്ട് തന്നെയാണോ വന്നേക്കണത്? നിന്നോട് 4 വർത്താനം പറയാൻ. നീ കാശ് തന്നില്ലെങ്കിലും ഭാസ്കറിന് കള്ള് കിട്ടൂടാ. എടാ തോപ്പേ, എടാ എരപ്പേ, നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചത്? ഉസ്താദ് അല്ലാരക്കാന്ന് കേട്ടിട്ടുണ്ടോടാ? കേട്ടിട്ടുണ്ടോടാ? എവിടെ കേക്കാൻ? പണ്ട് ബോംബെയിൽ നിന്റെ തന്തയുടെ കൂടെ കൊട്ടാൻ പോയപ്പോ എന്റെ പെരുപ്പിക്കല് കണ്ട് സ്റ്റേജിലോട്ട് കേറി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കൈകൊണ്ട്. അതൊക്കെ പോട്ടെ. യേശുദാസ് എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഗാനഗന്ധർവൻ യേശുദാസ്. ഞാനൊന്ന് വിളിച്ച ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കും. ശേഖരണ്ണന്റെ മോൻ AR റഹ്മാൻ വരും. അല്ലാരക്കാന്റെ മോൻ സക്കീർ ഹുസൈൻ വരും. മുമ്പിൽ വന്നിന്ന് തലചൊറിഞ്ഞ് എന്താ ഭാസ്കരേട്ടാന്ന് ചോദിക്കും. കള്ളൂടിയം ഭാസ്കരന്റെ പത്രാസ് കണ്ടിട്ടല്ല,
ഈ സിദ്ധി കണ്ടിട്ടാണ്. എന്നിട്ട് എന്റെ സ്വന്തം രവിയേട്ടന്റെ മോന് മാത്രം എന്താ ഒരു വിലയില്ല. നിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ മുഴുവൻ പറ. 58ാമത്തെ വയസ്സിൽ എനിക്ക് ശുക്രദശയെന്ന് എന്റെ ഈ കൈ നോക്കി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 58 നടപ്പാ. എന്നിട്ട് ശുക്രൻ തെളിയാനുള്ളൊരു വഴി ആ കൊച്ചു വന്ന് പറഞ്ഞപ്പോ മൂടും തട്ടിയൊരു പോക്ക് അവന് പറ്റൂലാത്രേ. എന്താണ് പറ്റാത്തത്? പാടൂലാണ് ശബ്ദം ചെയ്യാൻ നീയടാ തച്ചോളി ഒതന്നാ അല്ല ഉണ്ണിയാർത്ര മോനാ. നിന്നെ കൊണ്ട് ഞാൻ പാടിക്കോടാ. നിന്റെ കഴുത്തിൽ കുറെ നേരമല്ല നീ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വേണ്ട വേണ്ട നിൽക്കുമ്പോ നിന്റെ തല കയറാൻ പോണോ? നിനക്ക് എത്ര പ്രായടാ? മൂത്താണ് ഇളയതൊന്നും ഞാൻ നോക്കൊന്നുമില്ല. എന്റെ അമ്മയും മകളും താമസിക്കുന്ന വീടാത്. ഇവിടെ കിടന്നെങ്കിലും ബഹളം ഉണ്ടാക്കിയ ഇനി ഒരു നിമിഷം അവിടെ നിന്ന് ഒറ്റ ചവിട്ടന്റെ കൂമ്പേ കറിയോ. നമുക്ക് പോവാം. അവൻ നല്ല വെള്ളത്തില. അവന്റെ വെള്ളം ഇറങ്ങി അവൻ നോർമൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഇതങ്ങനെ വെള്ളത്തിൽ സംസാരിക്കേണ്ട കേസല്ലേ. അപ്പൊ നിങ്ങൾ തമ്മിൽ ആയിക്കോ. എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പൊ എത്ര വൃത്തിയായി പോയ കാര്യങ്ങൾ ഷാപ്പ് പൂട്ടിക്കാണോ? ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ, കിടക്കണ കിടപ്പണ്ട. എനിക്കാണ് സാധനം. ഇറങ്ങട് മുടിച്ച് പാമ്പായി നടക്കുക. എന്താ കരപ്പാ? ഇറങ്ങട്. എന്താ പ്രശ്നം? കേറേ. എവിടേക്കാ? ഇപ്പൊ കൊണ്ടുവരട്ടെ ചേച്ചി. ഇവിടെ ഇറങ്ങേട്. കൊല്ലും. നീ വിട്ടേ. ഏതാണ്ട് കള്ളൂരിയന്മാരെ പിടിച്ചിട്ടുണ്ടെന്നെ പോലെ. ആ തബലെടുത്ത് വെച്ചിരുന്നേ. ആ തബലെടുത്ത് വെച്ചിരിക്കാൻ. കച്ചവടം കുറഞ്ഞപ്പോ തുക്കട കാശിന് വല്ല ടൂറിസ്റ്റ് സായിപ്പിന് ഇയാൾ വിറ്റോ? നീ എന്താണ് ഈ വലിച്ചു വാരി പുറത്തിടുന്നത്? കിട്ടിപ്പോയി. ഓ, ഒന്ന് കൊണ്ടുപോയി കളയടോ. 10-15 വർഷത്തെ പൊടി ഉണ്ടതില്. കളയേ? പണ്ട് രവിയേട്ടന്റെ ഒപ്പം ബോംബെയിൽ ഗാനമേളക്ക് പോയപ്പോ ഇട്ടതാ. റീഗൽ തിയേറ്ററിൽ വലിയ പ്രമാണിമാരുടെ സഹസില് ഇതിട്ടുണ്ടായിരുന്നു പെരുക്കല്. ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്തിർത്ത ആള് തറവാടിയായി. അല്ല, അയാളൊക്കെ ശരിയാക്കി 2-3 ആഴ്ച കൊണ്ട് വിളിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ 1-2 മാസം ആയല്ല. ഇനിയിപ്പോ കോട്ടലിക്ക് തേച്ച് മാത്രം മിച്ചാവുക. കരുനാക്കൊണ്ടൊന്ന് പറയാതോ. വെറുതെ അല്ല പഴയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇയാളിങ്ങനെ തുരുമ്പെടുത്തത്. ഇന്നലെ അല്ലേ ആര്യാദേവിയെ കണ്ടപ്പോ പറഞ്ഞത് കുറച്ചു ദിവസം കൂടി ആവും, എന്നാലും ഒരുങ്ങി ഇരുന്നോളം പെട്ടെന്ന് വിളി വരുന്നൊക്കെ. അപ്പൊ ആ നേരത്ത് കോട്ട് വെപ്പാൻ നിക്കണ്ടല്ല. അതെ അതെ, അത് ശരിയാ, അത് ശരിയാ. ഈ ജുഹു ബീച്ചില് മാലിബ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. മീൻകാരുടെ വാറ്റ. ഒരു 4 എണ്ണം പിടിപ്പിച്ച കരളിന് ബെസ്റ്റാ. വെള്ളൊഴിക്കരുത്. റെക്കോർഡിങ്ങിന് മുമ്പ് മാലിബ് ഞാൻ 2 എണ്ണം അടിക്കും. അടിക്കും. ഇല്ല. അടിക്കും. ഇല്ലാന്നേ. അടിച്ചാൽ ഞാനടിക്കൂല. പിന്നെ റെക്കോർഡിങ് കഴിഞ്ഞുള്ള സന്തോഷത്തിന് നിങ്ങൾ നിർബന്ധിച്ച ഒരു 2 എണ്ണം വേണമെങ്കിൽ കഴിക്കും. അതും വായിൽ കോലിട്ട് കുത്തിക്കരി തന്ന. അല്ലെങ്കിൽ വേണ്ട. എന്റെ സച്ചിമോന് ഇഷ്ടമല്ലെങ്കിൽ ഭാസ്കരേട്ട പച്ചക്ക് വെക്കും. ബോംബെയിൽ പച്ചക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. വേണ്ട വേണ്ട. റെക്കോർഡിങ് കഴിഞ്ഞു കഴിഞ്ഞാ ഒരു സ്കോച്ച് പൊട്ടിച്ചാൽ ഭാസ്കരന് തരും. കലാകാരൻ വല്ലപ്പോഴും സ്കോച്ച് അടിച്ച ഒരു കുഴപ്പമില്ല. കലാകാരൻ വല്ലപ്പോഴും ഒരു സ്കോച്ച് അടിച്ച ഒരു കുഴപ്പമില്ല ഭാസ്കരേട്ടാ. എന്താ എന്താ? ഒന്നുമില്ല. ഒരു ആനന്ദ നെഞ്ചുവേദന. ഈ ആനന്ദ കണ്ണീരെന്നൊക്കെ പറയൂലേ, അതുപോലെ. എന്നാലും എന്റെ സച്ചിമോൻ തന്നെയാടാ ഈ പറയണത്. मेरा महबूब आया है मेरा. സൈക്കിളെ ഓടരുത്. അവിടെ നിന്നില്ല ഞാൻ കുടുംബത്തേരെ ഇടിക്കും. സാന്ററിന്റെ കടയിൽ തുന്നാൻ കൊടുത്തതാ ഒരു പൈജാമയും ജുബയും. അളവ് ശരിയാണോ നോക്കാൻ വേണ്ടി ഇട്ടതാ. എന്നാ പിന്നെ ഭാസ്കരനെയും ചേട്ടനെ ഒന്ന് കാണിച്ചേക്കാവല്ലോ എന്ന് കരുതി. സച്ചിമോനുള്ളത് കണ്ടില്ല. വഴക്ക് പറയണ്ട, ഞാൻ ഊരിയേക്കാം. വേണ്ട, ഊരണ്ട സൈക്കിൾ യൂസൊക്കെ. നിങ്ങളുടെയൊക്കെ സന്തോഷം കാണുമ്പോ കുറച്ചുകൂടി നേരത്തെ ബുദ്ധി തോന്നിയില്ലോന്നാ. എന്റെ 4 പൊളിച്ച തെറി കേട്ടപ്പോ അവന്റെ ബുദ്ധി നേരെ. എന്നാ പിന്നെ തെരുവിളി നേരത്തെ ആവായിരുന്നില്ലേ തബല ഭാസ്കരേട്ട? അതിന് നിന്റെ തെരുവിൽ നിർത്തിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. എനിക്കങ്ങനെ തിരിച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇവൻ ഈ നെറുകെട്ടവൻ ഞങ്ങളുടെ അവസാനത്തെ ഡ്രീം ഇല്ലാണ്ടാക്കി. ജെന്നിഫറിന് മാത്രമേ അവൻ വിസ കൊണ്ടുവന്നിരുന്നുള്ളൂ.
വീട് ഒഴിപ്പിച്ച് പെട്ടി പ്രമാണമെല്ലാം കെട്ടിപ്പിറക്കി ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഒറ്റയ്ക്ക് വിളയെ കൊണ്ട് പറക്കാനായിരുന്നു അവന്റെ പ്ലാൻ. ഈ ദുഷ്ടത വിട്ടുകൊടുക്കുവോ ഞങ്ങളുടെ കൊച്ചിനെ? കൊല്ലണം നായിന്റെ മോനെ. ഇനി ഇവന് പോണ്ട. ഇവന്റെ പാസ്പോർട്ടും വിസയെല്ലാം പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞു ഞാൻ. എടോ സച്ചി, തന്നെ എന്റെ ജന്മമോളെ ആവശ്യമില്ലാതെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ. താൻ എന്നോട് ക്ഷമിക്കണോ? എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടാനുള്ള വെപ്രാളത്തിനിടയ്ക്ക് അവളുടെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടില്ല എന്ന് നടിച്ചു ഞാൻ. അതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്? ഇനി ഒന്നും വേണ്ട. ഈ മണ്ണ് വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോണില്ല. ഈ ഡർട്ടി ലാൻഡിലേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞോ ഇത് ഡർട്ടി ലാൻഡാണെന്ന്? ജനിച്ച മണ്ണിനേക്കാൾ വലിയ പ്രോമിസ് ലാൻഡ് ലോകത്ത് എവിടാണോ? ഇത് കേരള, ഗോഡ്സ് ഓൺ കൺട്രി. ദൈവം ഇവിടാണോ? എനിക്ക് മണ്ണിൽ കിടന്ന് മരിച്ചാ മതി. താനാ താക്കോലിതാ ഇങ്ങ് താണോ? ജെനിഫർ എവിടെ? ദൈവത്തിന് ഇങ്ങനെ കൈവിടാൻ പറ്റുമോ നമ്മളെ? അതുകൊണ്ട് അടുത്ത ജന്മം വരെ കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ തിരിച്ചുകൊണ്ട് തന്നു നിന്നെ. എനിക്ക് കൂട്ടായി നീ ആരേൽപ്പിച്ചു പോയാലും അത് നിനക്ക് പകരാവൂ ജെന്നി.